ശാലോം പബ്ലിക് സ്കൂൾ എന്ന പേരിൽ പത്തനംതിട്ട ജില്ലയിലെ നരിയാപുരത്ത് ഒരു സ്കൂൾ ആരംഭിച്ചു. ആ സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്ററായി തട്ട സ്വദേശിയും അധ്യാപകനും ക്രൈസ്തവ സാഹിത്യ പ്രവർത്തകനുമായിരുന്ന ടി ശൗമേലിനെ നിയമിച്ചു. കുറെ കാലം അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു. പിന്നീട് ഗൾഫിൽ ജോലിക്കായി കടന്നുപോയപ്പോൾ അദ്ദേഹം തൻ്റെ സർട്ടിഫിക്കറ്റുകളും സർവീസ് കാണിക്കുന്ന രേഖകളും എടുത്തിരുന്നു. അവിടെ ജോലിക്ക് കയറുന്നതിനായി ശൗമേലിനെ ക്ഷണിച്ചയാളും അവിടുത്തെ സ്കൂളിൻ്റെ മാനേജരായ അറബിയും ഒന്നിച്ച് ദുബായിലുള്ള വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ ചെന്നു. അന്ന് അവിടുത്തെ ജോയിന്റ് ഡയറക്ടർ പാലസ്തീൻകാരനായ ഒരു മുസ്ലിമായിരുന്നു. ആ സമയം ഇസ്രയേൽ പാലസ്തീൻ യുദ്ധസമയമായിരുന്നു. പാലസ്തീനികളിൽ നല്ലൊരു പങ്കുപേരും സമീപമുള്ള അറബി രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തിരുന്നു. അങ്ങനെ കുടിയേറിയവർക്കെല്ലാം ആ രാജ്യങ്ങൾ നല്ല ജോലി നൽകി. അങ്ങനെയാണ് ഈ പാലസ്തീനി ഈ സ്ഥാനത്തെത്തിപ്പെട്ടത്. പാലസ്തീൻകാർക്ക് അന്ന് ക്രിസ്ത്യാനികളോട് എതിർപ്പില്ലായിരുന്നു. എന്നാൽ പാലസ്തീനിൽ നിന്ന് തങ്ങളെ പുറത്താക്കിയ യഹൂദന്മാരോട്, അവരുടെ ആചാരങ്ങളോടും എബ്രായ ഭാഷയോടും തീർത്താൽ തീരാത്ത പകയായിരുന്നു അവർക്ക്. ടി ശൗമേൽ തൻ്റെ മുന്നിലിരിക്കുന്ന പാലസ്തീനിയുടെ മുന്നിലേക്ക് തൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി നൽകി. ഓരോന്നും നോക്കി ഓക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിലത്തെ സർട്ടിഫിക്കറ്റായ ശാലോം സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റാണ് നൽകിയത്. അത് കണ്ടപാടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ആ പാലസ്തീനി മേശയിലേക്ക് വലിച്ചെറിഞ്ഞ് ദേഷ്യപ്പെട്ട് ചോദിച്ചു, നിങ്ങൾ ഒരു യഹൂദനാണ്, നിങ്ങളെ ഇവിടെ നിയമിക്കാൻ പറ്റില്ല. അത് കേട്ടപ്പോൾ ശൗമേൽ സാർ പറഞ്ഞു, ഇല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എൻ്റെ SSLC സർട്ടിഫിക്കറ്റ് നോക്ക്, അതിൽ ഞാൻ സിറിയൻ ക്രിസ്ത്യൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ പൂർവികർ സിറിയയിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. അതുകൊണ്ടാണ് സിറിയൻ ക്രിസ്ത്യൻ എന്ന് വിളിക്കുന്നത്. സിറിയക്കാരാണെന്ന് കേട്ടാൽ പ്രത്യേക താല്പര്യം ഒക്കെ വരും എന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞത്. അത് കേട്ട അയാൾ, നോ, നിങ്ങൾ ഒരു യഹൂദൻ തന്നെയാണ്. നിങ്ങൾ ശാലോം പബ്ലിക് സ്കൂളിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്കിവിടെ ജോലി തരില്ല. ഉടനെ ശാമുവേൽ ഇപ്രകാരം പറഞ്ഞു, ശാലോം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് അർത്ഥം. ആ അർത്ഥമുള്ള പേര് ആ സ്കൂളിന് നൽകി എന്നേ ഉള്ളൂ. ശാലോം എന്നാൽ സമാധാനം എന്നാണ് അർത്ഥമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട. ഞാൻ പാലസ്തീനിൽ നിന്നാണ് വരുന്നത്. അയാൾ ശൗമേൽ സാറിന് നേരെ ആക്രോശിച്ചു. തന്നെ യഹൂദനായി ചിത്രീകരിച്ചതിൽ ശൗമേലിന് അഭിമാനം തോന്നി. നമ്മുടെ കർത്താവ് പിറന്ന ജാതിയല്ലേ, അബ്രഹാം മുതലുള്ളവരുടെ കുലം. പക്ഷേ തൽക്കാലം ജോലിയാണല്ലോ മുഖ്യം. ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് യാസർ അറാഫത്ത് യഹൂദന്മാരുമായി യുദ്ധം നിർത്താൻ സഖ്യമുണ്ടാക്കിയിരുന്നു. കൂടെ ഉണ്ടായിരുന്ന മാനേജരായ അറബി അമേരിക്കയിൽ നിന്നും എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണ്. ഒടുവിൽ അദ്ദേഹം പാലസ്തീനിയോട് അറബിയിൽ എന്തൊക്കെയോ സംസാരിച്ചു. അതോടെ പാലസ്തീനി സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ച് ഹെഡ്മാസ്റ്ററായി ശൗമേലിനെ ജോലിയിൽ നിയമിച്ചു. അറബി പാലസ്തീനിയോട് പറഞ്ഞത് എന്താണെന്ന് അറിയാൻ താല്പര്യത്തോടെ തന്നെ ക്ഷണിച്ചുകൊണ്ടുവന്ന മലയാളിയോട് ചോദിച്ചു, ഇയാൾ യഹൂദനായാൽ തന്നെ നിനക്കെന്താണ് ഛേദം? നിങ്ങളുടെ നേതാവ് യാസർ അറാഫത്ത് ഇപ്പോൾ യഹൂദന്മാരുമായി സഖ്യമുണ്ടാക്കിയിരിക്കുകയല്ലേ? പാലസ്തീനിൽ നിന്നും ഓടിപ്പോന്ന നിനക്ക് ഞങ്ങൾ നല്ല ജോലി തന്നില്ലേ? ഇയാൾക്കും ജോലിക്ക് ഉള്ള ഓർഡർ കൊടുക്ക്. അങ്ങനെയാണ് ശൗമേലിന് അവിടെ നിയമനം ലഭിച്ചത്. നിയമ ഓർഡറും വാങ്ങിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ മാനേജർ അറബി പറഞ്ഞു, ശാലോം എന്ന പേരിന് പകരം ശാലേം എന്നാക്കിയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമാകുമായിരുന്നില്ല. യഹൂദന്മാർ അന്യോന്യം കാണുമ്പോൾ പറയുന്ന ഉപചാര വാക്കാണ് ശാലോം എന്നത്. എത്ര ദശാബ്ദങ്ങൾ കഴിഞ്ഞാലും പാലസ്തീൻ ഇന്നും ഒരു കീറാമുട്ടിയായി തുടരുകയാണ്.